ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇഡ്ലിപ്പൊടിയാണ്. ദോശയ്ക്ക് ഇഡ്ലിയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇഡ്ലിപ്പൊടി. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അമ്മമ്മ മേമ്മമാർ എല്ലാവരും വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ ചെറിയ ക്വാണ്ടിറ്റി ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് പൊന്നിയരിയാണ്. നിങ്ങൾക്ക് കഴിക്കാൻ യൂസ് ചെയ്യുന്ന ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. പുഴുങ്ങലരി. അപ്പോൾ അരക്കപ്പ് ഞാൻ എടുത്തിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമാവും, അടിയിലത്തെ ഭാഗമൊക്കെ കരിഞ്ഞു പോകും, മേലത്തെ ഭാഗമൊന്നും ആവില്ല. നന്നായിട്ട് മുരിഞ്ഞ് വരണം. ചെറുതായിട്ട് ടക്ക് ടക്ക് നമുക്ക് ഒച്ച കേൾക്കും. അപ്പോൾ അതാവുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. പിന്നെ നല്ല വൈറ്റ് കളറിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒരേ നിറത്തിലായി കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടാറാൻ വേണ്ടിയിട്ട്. നമ്മൾ അരിയുണ്ടക്കൊക്കെ വറുക്കില്ലേ അതേമാതിരി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വറുത്തെടുക്കേണ്ടത്, ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ആകെ റോസ്റ്റ് ചെയ്യേണ്ടത് കായം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉഴുന്നും കടലപ്പരിപ്പുമാണ്. രണ്ടും കൂടെ ചേർത്തിട്ട് ആകെ 1/4 കപ്പേ ഉള്ളൂ. രണ്ടും 1/4 കപ്പിൻ്റെ പാതി വീതം എടുത്തതാണ്. കടലപ്പരിപ്പ് 1/4 കപ്പിൻ്റെ പകുതി, ഉഴുന്ന് 1/4 കപ്പിൻ്റെ പകുതി. രണ്ടും നല്ല ചോക്കെ വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നല്ല മണവും വരും. അപ്പോൾ അതും നമ്മൾ അരിയുടെ കൂട്ടത്തിലേക്ക് മാറ്റുക. ഇനിയാണ് ഞാനതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒരുപാടൊന്നുമില്ല, ആകെ ഒരു 1/4 ടീസ്പൂൺ. നമുക്ക് ആ ഒരു കായം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കട്ടക്കായമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്ല, നിങ്ങൾ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് പൊടിക്കുന്ന സമയത്ത് കായം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 2 ഏലക്കയുടെ അളവിൽ കായം പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ അതും നമുക്ക് അരിയുടെ കൂട്ടത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കരുത് കേട്ടോ, 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ തന്നെയാണ് അളവ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു ഇതിന് മുന്നേയും. ഓക്കെ, അങ്ങനെ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, 1/4 ടീസ്പൂണാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നുള്ള ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. വറ്റൽമുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, അതും വേണമെങ്കിൽ കൂട്ടാം. എൻ്റെ വീട്ടിൽ കുറച്ചുകൂടെ നല്ല സ്പൈസി ആയിരിക്കും. എനിക്കും കുറച്ച് സ്പൈസ് ഇഷ്ടമാണ്, പക്ഷേ വീട്ടിൽ സാധാരണ പിടിക്കുന്നതിൻ്റെ അത്ര സ്പൈസിനെസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. രണ്ടും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 7 വറ്റൽമുളക്, അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഞാൻ ഒരു പിടിയോളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില നല്ല മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങാം. അപ്പോൾ വറ്റൽമുളകും കറക്റ്റായിട്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നല്ലൊരു നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞ് വരണം. ഓക്കെ, അതുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതും നമ്മുടെ അരിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി ഫാൻ്റെ താഴെ വയ്ക്കുക. ചൂടാറണം, എന്നിട്ടേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ചെറിയൊരു അബദ്ധം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ആ കറിവേപ്പില വാങ്ങിയ ശേഷം ഞാൻ കല്ലുപ്പും കൂടെ, വീട്ടിലൊക്കെ കല്ലുപ്പാണ് ഈ പൊടിക്ക് യൂസ് ചെയ്യുന്നത്, കല്ലുപ്പും കൂടെ ചൂടാക്കി എടുക്കാറുണ്ട് എൻ്റെ ജലാംശം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം പൊടി ആഡ് ചെയ്യാൻ തന്നെ വിട്ടുപോയി. ഫസ്റ്റ് ബാച്ച് പൊടിച്ചെടുത്ത ശേഷവും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ സെക്കൻഡ് ബാച്ച് പൊടിച്ചപ്പോഴാണ്, അതായത് ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ പൊടിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് പൊടിക്കുമ്പോഴാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പൊടി ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കല്ലുപ്പ് ട്രഡീഷണലി എൻ്റെ വീട്ടിൽ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ തന്നെ ഒന്ന് ഇട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവയെക്കാട്ടിലും കുറച്ചുകൂടെ നൈസായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇച്ചിരി കഴിക്കാൻ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. മീൻസ് റവ മാതിരിയല്ല, ഞാൻ പറഞ്ഞില്ലേ, റവയെക്കാട്ടിലും കുറച്ചുകൂടെ നൈസായിട്ട് പൊടിച്ചെടുക്കുക, കുറച്ചുകൂടെ തിന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് പൊടിച്ചു, ഇനി സെക്കൻഡ് ബാച്ചും കൂടെ പൊടിക്കുക. അപ്പോൾ സെക്കൻഡ് ബാച്ച് പൊടിക്കുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും പെർഫെക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതില്ല കായത്തിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇത് ഞാൻ 2 എണ്ണയിലും മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. നല്ലെണ്ണയിലും മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്, വെളിച്ചെണ്ണയിലും മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണയാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ബില്ലോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുപ്പിയിലാക്കുക, സൂക്ഷിക്കുക, വേണ്ട സമയത്ത് എടുക്കുക, സെർവ് ചെയ്യുക. പാലക്കാട് എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇഡ്ലിപ്പൊടി. വേറെ എന്ത് കറി ഉണ്ടെങ്കിലും ഇതെന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.